പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരം ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിലടിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് 2 ബ്രെഡ് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബ്രെഡിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ 2 ബ്രെഡാണ്, 3 കിഴങ്ങിന് 2 ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ബ്രെഡ് ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് മുക്കി വെക്കണ്ട, അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് എടുക്കുക. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം തോർത്തി നന്നായിട്ട് അത് നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇപ്പം നമ്മുടെ കുക്കറിൽ 3 വിസിലോളം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കിഴങ്ങെടുത്ത് നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. കിഴങ്ങ് നന്നായിട്ട് വേകണം. 3 വിസിൽ വേണം നമ്മൾ അടിക്കാനായിട്ട്. അപ്പോൾ 3 വിസിൽ അടിക്കുമ്പോൾ തന്നെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ ബ്രെഡിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാൻ മറക്കരുത്. അപ്പോൾ കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിവിടെ മുളക് പൊടി, ലേശം മുളക് പൊടി, ഒരു നുള്ളു മതി. അതുപോലെ തന്നെ മസാലപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ നമ്മുടെ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുഴച്ചെടുക്കാറില്ലേ, ആ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ എടുക്കണം. ഇനി ഇത് ചെറിയ ബോളാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ചീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ചീസ് പകുതിയായിട്ട് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് വേണം മുറിക്കാനേ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓരോരോ നമ്മുടെ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഉണ്ടയാക്കി എടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചീസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പയ്യെ നമ്മളൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് അമർത്തി ചെറിയൊരു ഉണ്ടയാക്കി എടുക്കുക. ഓർക്കുക, ചീസ് വെളിയിലോട്ട് വരാത്ത വിധം അകത്ത് ഉള്ളിലോട്ടാക്കി വേണം നമ്മൾ അതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഉണ്ട പരുവാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം നമ്മൾ ഉണ്ടയാക്കി പരുവം ആക്കിയതിന് ശേഷം ഒന്ന് അമർത്തുക, കൈകൊണ്ട് അമർത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കേണ്ടതാണ് അടുത്ത പരിപാടി. വലിയ പാടൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് ഷേപ്പായിട്ട് വരും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു ചട്ടിയിലേക്ക്, നല്ല അടികട്ടിയുള്ള ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സംഭവം ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നാലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സംഭവം ഇങ്ങനെ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു, പക്ഷേ ടേസ്റ്റ് അടിപൊളിയുമായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണയിലിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയിലിട്ട് നല്ല ചൂടായ തിളച്ച എണ്ണയിലേക്ക് എല്ലാം നമ്മൾ പിറക്കി വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമ്മൾ നേരത്തെ കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിവിടെ മല്ലിയില ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയി. അപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരും കാണും, ഇഷ്ടമുള്ളവരും കാണും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് അങ്ങനെ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റായിട്ട് തോന്നാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ ആ റോളൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മൊരിച്ച് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് കുറേശ്ശെ ആയിട്ടൊന്ന് കോരിയെടുക്കുവാണ്. ചെറിയ രീതിയിലൊന്ന് മറിച്ചിടണം, കാരണം ഒരു സൈഡ് മാത്രം മൊരിഞ്ഞാൽ പോരല്ലോ. അപ്പോൾ ചിലരൊക്കെ നമ്മൾ കുറേ പേരൊക്കെ എണ്ണ ഒത്തിരി ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം നമുക്ക് അത്രയും എണ്ണ നമുക്ക് ഒഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ അത്രയും എണ്ണയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടും ഞാനിവിടെ ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് അത് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്.
ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറിയൊരു പാത്രത്തിലോട്ടൊന്ന് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സോസും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാകും കേട്ടോ. ഇതിന് മുകളിലേക്ക് നമ്മുടെ ഈ റോളിൻ്റെ മുകളിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കുക. നല്ല അടിപൊളി ചീസൊക്കെ ഇങ്ങനെ വരുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. അതിനുള്ളിലെ ചീസോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതായിരുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചാൽ മാത്രം മതി. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ചീസ് ഇല്ലാതെയും ചീസ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം. ചീസ് വെച്ചില്ലെന്നും പറഞ്ഞ് ഒന്നും വരാനില്ല. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം. ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. തുറന്നു നോക്കണം. നല്ല അടിപൊളിയായിട്ട് ചീസ് വരുന്നതൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടെ അമർത്താൻ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.